കൊന്ത അങ്ങ് ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേക്കും മൊത്തം പല വിചാരം. ഉള്ള മുഴുവൻ കാര്യങ്ങൾ കണ്ട സിനിമ, കണ്ട പാട്ട്, കണ്ട ന്യൂസ്, ഇതുവരെ പരിചയമുള്ളവരെ ഒക്കെ ഓർമ്മ വരുന്ന ആ സമയത്തായിരിക്കും. മൊത്തത്തിൽ നമ്മൾ പല വിചാരപ്പെട്ടു. അതേസമയം കൊന്തയുടെ മണികൾ എണ്ണി 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 ഇതായോ ഇല്ലയോ, ഇത് തീർന്നു കഴിയുമ്പോൾ കഴിഞ്ഞല്ലോ എന്ന് അപ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും ഓർക്കുന്നത്. അടുത്ത രഹസ്യം എത്തിക്കഴിയുമ്പോഴായിരിക്കും ഇപ്പോൾ എത്രാമത്തെ രഹസ്യമായിരുന്നു ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നതെന്നുള്ള ഒരു ഓർമ്മയിലേക്ക് വരുന്നത്. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരാളാണോ? ഈ സെയിം ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഞാൻ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആവുന്ന ആളാണ്. അപ്പം ഈ പല വിചാരത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എങ്ങനെ ഭക്തിയോടെ ഒരു കൊന്ത ചൊല്ലി പൂർത്തിയാക്കാൻ പറ്റും, അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി ഈശോയോടും മാതാവിനോടൊക്കെ കുറച്ചുകൂടെ സ്നേഹവും അവരോട് ഒരു കൂടുതൽ അടുപ്പമൊക്കെ തോന്നാൻ വേണ്ടി കാരണമാക്കിയ ഒരു കുഞ്ഞു ട്രിക്ക് ഉണ്ടായിരുന്നു. അതായത് 10 നന്മ നിറഞ്ഞ മറിയാണല്ലോ നമുക്കുള്ളത്. ഈ 10 നന്മ നിറഞ്ഞ മറിയത്തിൽ ഈശോയുടെ ഓരോ മുറിവിനെയും ധ്യാനിച്ച് ഈശോയുടെ 10 തിരുമുറിവ്, 5 തിരുമുറിവാണ് നമുക്കറിയാവുന്നത്. പക്ഷേ ഞാനതിനെ അങ്ങ് 10 ആക്കി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈശോയുടെ വലത്തെ കാൽപാദം, ഇടത്തെ കാൽപാദം, ഈശോയുടെ വീണ സമയത്ത് ഈശോയുടെ മുട്ട് നന്നായിട്ട് ഉരഞ്ഞു മുട്ടി പോറിയിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മളൊക്കെ കുഞ്ഞിലെ എത്ര പ്രാവശ്യം വീണിട്ടുണ്ട്. മുട്ട് മുറിയുന്ന സമയത്ത് ആ ചോര ഇങ്ങനെ ഒലിച്ച് കിടക്കുന്ന സമയത്ത് മുട്ടിൻ്റെ വേദന നമുക്കറിയാം. കുഞ്ഞായിട്ടൊക്കെ ഒന്ന് വീണതായിരിക്കും. അപ്പം ഈശോ മുട്ട് ഉരഞ്ഞ് കമന്നടിച്ച് ഈശോ വീണ സമയത്ത് ഈശോയുടെ 2 മുട്ടിലും എന്തോരം മുറിവായിരിക്കും. മൊത്തം നമുക്ക് എല്ലാ മുറിവും എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എണ്ണാനും കുറച്ചൊക്കെ ധ്യാനിക്കാനും കൂടുതൽ സഹായകരമാകുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ഈശോയുടെ വലത്തെ കാൽപാദം, ഇടത്തെ കാൽപാദം, ഈശോയുടെ വലത്തെ കാൽമുട്ട്, ഇടത്തെ കാൽമുട്ട്, ഈശോയുടെ വലത്തെ കൈ, ഇടത്തെ കൈ, ഈശോയുടെ തിരുവിലാവ്, ഈശോയുടെ തിരുത്തോളിലെ മുറിവ്, അതുപോലെ ഈശോയുടെ മുൾക്കിരീടം, പിന്നെ അവസാനം ഈശോയ്ക്ക് കെട്ടിപ്പിടിച്ച് ഈശോയുടെ മൊത്തം തിരുമുറിവുകളെ സ്നേഹിച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് അങ്ങനെ 10 നന്മ നിറഞ്ഞു പറയാം. അപ്പോൾ 10ആയി. നമുക്ക് എണ്ണവും തെറ്റത്തില്ല. ഈശോയെയും മാതാവിനെയും ധ്യാനിക്കാൻ പറ്റും. ഈശോയുടെ ഓരോ മുറിവും കാണുമ്പം അമ്മ എന്തോരം വേദനിച്ചിട്ടുണ്ടായിരിക്കും. അമ്മയുടെ കാലേ മുറിഞ്ഞ അമ്മയ്ക്ക് ഇത്രയും വേദന ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ അമ്മ ആ വേദനയിലൂടെ കടന്നുപോയി. അപ്പം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറയുമ്പം എന്തുകൊണ്ട് സ്വർഗം മാതാവിന് ഇത്രയും വിലപ്പെട്ടവളായി കണ്ടു, അമ്മയ്ക്ക് ഇതുപോലെ മാലാഖ വന്ന് അമ്മയുടെ മുമ്പിൽ കുമ്പിട്ടത്, ഇത് മുഴുവൻ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഓരോ മുറിവുകളുമാണ്. അപ്പം പരിശുദ്ധ അമ്മയെയും ഈശോയെയും ആശ്വസിപ്പിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ചുംബിച്ചുകൊണ്ടും ഒക്കെ നമുക്കിത് ചെല്ലാൻ പറ്റും. പല രീതിയിൽ ചെല്ലുന്നവരുണ്ട്. ഇത് കൂടാതെ ഈശോയ്ക്കും മാതാവിനും ഈശോയുടെ മാതാവിൻ്റെ നെറ്റിയിൽ കവിളിലൊക്കെ ഉമ്മ കൊടുത്ത് കൊന്ത ചെല്ലുന്നവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈശോയുടെ നെറ്റിയിൽ, കവിളിൽ, മൂക്കിൽ, ചുണ്ടിൽ, തിരുഹൃദയത്തിൽ, വിമല ഹൃദയത്തിൽ, ഈശോയുടെ കയ്യിൽ, ഈശോയുടെ കാലിലൊക്കെ ചുംബിച്ചുകൊണ്ടൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റും. നമ്മുടേതായ രീതിയിൽ കുഞ്ഞു കുഞ്ഞു ട്രിക്കൊക്കെ വെച്ച് ഈശോയെയും മാതാവിനെയും സ്നേഹിച്ചുകൊണ്ട് ചെല്ലുവാണെങ്കിൽ നമ്മുടെ പല വിചാരങ്ങളെല്ലാം ഈശോയെയും മാതാവിനെയും കുറിച്ചായി കഴിയുമ്പം കൂടുതൽ നമുക്ക് ഈശോയെ സ്നേഹിക്കാനും പറ്റും. ഓരോ ജപമാലയും അർത്ഥവത്താവുകയും ചെയ്യും. വീണ്ടും വീണ്ടും ജപമാല ചെല്ലാൻ നമുക്കൊരു സ്നേഹം വരികയും ചെയ്യും.